കലാഭവൻ നവാസിന്റെ മരണം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സിനിമാ നടനും മിമിക്രി കലാകാരനുമൊക്കെയായിരുന്ന കലാഭവൻ നവാസിന്റെ ആകസ്മികമായ മരണം നമ്മെ വലിയൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നവാസിനെ പോലെ ഒരുപാട് പേര് പ്രതിദിനം നമുക്ക് ചുറ്റും മരിക്കുന്നുണ്ട്. അവരൊന്നും നമ്മുടെ നോട്ടത്തിൽ അത്രയ്ക്ക് പ്രശസ്തരോ പ്രഗത്ഭരോ മാധ്യമങ്ങളുടെ നോട്ടത്തിൽ വലിയ വാർത്താപ്രാധാന്യം ഉള്ളവരോ അല്ലാത്തത് കൊണ്ടാണ് അത്തരം മരണങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെയും ചർച്ച ചെയ്യപ്പെടാതെയും പോകുന്നത്. പെട്ടെന്നൊരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തു പറഞ്ഞാണ് ആശ്വസിക്കുന്നത്? പാവം, ദൈവം ഇത്രയുമൊക്കെ ആയുസ് കൊടുത്തുള്ളൂ, ഇതാണ് ദൈവഹിതം, കിടന്ന് കഷ്ടപ്പെടാതെ പോയല്ലോ, ഭാഗ്യമരണം. എന്നാൽ നമ്മുടെ കുടുംബത്തിൽ ഒരു മരണം സംഭവിച്ചാൽ മാത്രം അത് വല്ലാത്തൊരു മരണമായി മാറുന്നു. ഇത്തരം നിശബ്ദ മരണങ്ങൾക്ക് ഉത്തരവാദി അവനവൻ തന്നെയാണ് എന്ന് ആദ്യം തിരിച്ചറിയുക. നമുക്കത് സമ്മതിക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും, സാരമില്ല. നമ്മുടെ ചുറ്റും ആകസ്മിക മരണം ഉണ്ടാകുമ്പോൾ നമ്മുടെ എല്ലാം ധാരണ ഇതൊന്നും നമുക്ക് മാത്രം ബാധകമല്ല എന്നാണ്. എന്നാൽ മനസ്സിലാക്കുക, നമുക്കും ഇതെല്ലാം ബാധകമാണ്. മരണം നിഴല് പോലെ നമ്മയും പിന്തുടരുന്നുണ്ട് എന്ന്. രാവിലെ ഭയപ്പെടുത്തുവാനല്ല ഞാൻ ഇന്ന് ഈ എപ്പിസോഡ് ചെയ്യുന്നത്, ചെറിയൊരു ശ്രദ്ധ വേണമെന്ന് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി മാത്രം. ആ ശ്രദ്ധയ്ക്ക് ജീവൻ്റെ വിലയുണ്ട് എന്ന് പറയുവാൻ വേണ്ടി മാത്രം. നമ്മുടെ ശരീരം അപകടത്തിലാണ് എന്നതിൻ്റെ ചില സിംറ്റങ്ങൾ, അടയാളങ്ങൾ, സൂചനകൾ ശരീരം നമ്മെ കാലേക്കൂട്ടി കാണിച്ചു തരും. പക്ഷേ അത് മനസ്സിലാക്കുവാൻ സാധിക്കണമെന്ന് മാത്രം. കലാഭവൻ നവാസിൻ്റെയും ശരീരം ആ അപകട സൂചനകൾ മുൻപേ തന്നെ പലതവണ കാണിച്ചു കൊടുത്തിരുന്നു. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അന്ന് രാവിലെ പോലും നവാസിന് നെഞ്ചരിച്ചിൽ അനുഭവപ്പെട്ടതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. നെഞ്ചരിച്ചിൽ ഉണ്ടായ വിവരം നവാസ് ഭാര്യാപിതാവിനെ ഫോൺ ചെയ്ത് അറിയിക്കുകയും കുടുംബ ഡോക്ടർ അഹമ്മദ് കാരോത്തുകുഴിയുമായി ഉടൻ ബന്ധപ്പെടുവാൻ അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അതനുസരിച്ച് രാവിലെ 6:57 നവാസ് ഡോക്ടർ അഹമ്മദിനെ ഫോണിൽ വിളിച്ചു. ഗ്യാസിന്റെ പ്രശ്നം ആയിരിക്കുമോ എന്ന സംശയം സ്വയം പ്രകടിപ്പിച്ചു. വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ഡോക്ടർ അഹമ്മദ് ഇത് സാധാരണ നെഞ്ചരിച്ചിൽ അല്ലെന്നും ഉടൻ തന്നെ ഏതെങ്കിലും കാർഡിയോളജിസ്റ്റുള്ള ആശുപത്രിയിൽ എത്തണമെന്നും പറഞ്ഞു. ECG എടുത്ത് തനിക്ക് അയക്കുവാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. പക്ഷേ ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തേണ്ട എന്ന് കരുതിയാവാം നവാസ് രണ്ടും ചെയ്തില്ല. എന്തായാലും ഷൂട്ടിംഗ് പാക്കപ്പായി വൈകിട്ട് വീട്ടിലേക്ക് പോകും, അതുകൊണ്ട് തന്നെ പിറ്റേന്ന് രാവിലെ പോയി ഡോക്ടറെ കാണാമെന്ന് കരുതിയാവാം നവാസ് ഇരുന്നത്. പകൽ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ലോഡ്ജിലേക്ക് വൈകിട്ട് പോയ നവാസിന് ഹോട്ടൽ മുറിയിൽ വെച്ച് ഹൃദയാഘാതമുണ്ടായി. മുറിയിലെത്തി കുളിക്കുവാനായി സോപ്പും ടവലും ഒക്കെ എടുത്തത് ബെഡിൽ കിടപ്പുണ്ടായിരുന്നു. കുളിക്കുവാൻ കയറുവാൻ തുടങ്ങിയപ്പോൾ കുഴഞ്ഞു വീഴുകയും ആരും സമീപത്തില്ലാഞ്ഞതിനാൽ ജീവന്റെ വിലയുള്ള സമയം നഷ്ടപ്പെട്ടു. മുറിയിൽ അന്വേഷിച്ചെത്തിയവർ കണ്ടത് താഴെ കിടക്കുന്ന നവാസിനെയാണ്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നേരിയ ചലനം ഉണ്ടായിരുന്നു എന്നും ചിലർ പറയുന്നു. ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും മരണവും സംഭവിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു സുപ്രധാന കാര്യം പറഞ്ഞത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. നവാസിന് ഇതിനു മുമ്പും കാർഡിയാക് അറസ്റ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ചെറിയ അറ്റാക്കുകൾ ഇനി മുമ്പ് വന്നത് ചിലപ്പോൾ അദ്ദേഹം ഒളിച്ചു വെച്ചിരിക്കാം, അല്ലെങ്കിൽ രഹസ്യമായി ചികിത്സിച്ചിരിക്കാം. ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന നെഞ്ചിൻ്റെ ഭാഗത്തുണ്ടാകുന്ന അസ്വസ്ഥത ഗ്യാസ് ട്രബിളായി സ്വയം വിശ്വസിപ്പിക്കുകയും ചെയ്ത് കാണാം. ശാരീരിക ബുദ്ധിമുട്ടുണ്ടായിട്ടും നവാസ് അത് കാര്യമാക്കാതെ തൻ്റെ പ്രൊഫഷനോടുള്ള ആത്മാർത്ഥത കൊണ്ട് അഭിനയിക്കാൻ പോയി വലിയ മനസ്സായിരുന്നു എന്നൊക്കെ ആരൊക്കെയോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കണ്ടു. ശുദ്ധ അസംബന്ധം എന്നേ ഞങ്ങൾക്കതിനെക്കുറിച്ച് പറയുവാൻ സാധിക്കുകയുള്ളൂ. കാരണം ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ സാധിക്കും. നാം എല്ലാവരും ചെയ്യുന്ന ഒരു മണ്ടത്തരമാണിത്. കാരണം നമ്മുടെ രോഗാവസ്ഥയെക്കുറിച്ചോ അപകട സാധ്യതകളെക്കുറിച്ചോ നമുക്കറിയില്ല. ഒരു ഹൃദയാഘാതം ഉണ്ടാകുന്നതിൻ്റെ ലക്ഷങ്ങൾ പോലും 99% ജനങ്ങൾക്കും അറിവില്ല. നെഞ്ചിൻ്റെ ഭാഗത്ത് ഒരു കനം പോലെയും ചെറിയ വേദനയും അനുഭവപ്പെടുക, നെഞ്ചിൽ ഭാരമുള്ള എന്തോ വെച്ചിരിക്കുന്നത് പോലെ തോന്നുകയോ നെഞ്ചിൽ അമർത്തുന്നത് പോലെ തോന്നുകയോ ചെയ്യുക, ശ്വാസം മുട്ടൽ, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, കൈകളിലേക്കും ചുമലിലേക്കും താടിയലിലേക്കും വേദന പടരുക, പുറം കാഴ്ച പൊട്ടുന്നത് പോലെ തോന്നുക, നെഞ്ചുവേദനയോടൊപ്പം കൈകളിലേക്കും താടിയലിലേക്കും വേദന പടരുക, ചില ആളുകൾക്ക് ഓക്കാനം, ഛർദി, ദേഹം വെട്ടിവിയർക്കുക തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകാം. തലകറങ്ങുന്നത് പോലെ തോന്നുകയോ ബോധക്ഷയം ഉണ്ടാകുകയോ ചെയ്യാം. പെട്ടെന്ന് വെട്ടിവിയർക്കുകയോ തണുത്ത ശരീരത്തോടെ ഇരിക്കുകയോ ചെയ്യാം. ഇപ്രകാരമൊക്കെയുള്ള ഹൃദയാഘാത സാധ്യതകൾ കാണുമ്പോൾ നമ്മൾ സ്വയം
നമുക്കുള്ള ചില രോഗങ്ങളുടെ ഭാഗമായി നമ്മളതിനെ സ്വയം അനുമാനിക്കും. ഗ്യാസ് ആകാം, അതൊരു വയറുവേദനയാകാം, വാദത്തിൻ്റെ കഴച്ചിലാകാം, പല്ലുവേദനയാകാം. അതിനും സാധ്യതകളില്ലാതില്ല. പക്ഷേ ചാൻസ് എടുക്കരുത് എന്ന് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. രാത്രികാലങ്ങളാകുമ്പോൾ മക്കളെയോ മരുമക്കളെയോ ഒന്നും ബുദ്ധിമുട്ടിക്കേണ്ട. കുറഞ്ഞില്ലെങ്കിൽ മാത്രം അടുത്ത ദിവസം നേരം വെളുക്കുമ്പോൾ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണാം എന്ന് കരുതി വല്ല വായു ഗുളികയോ പാരസെറ്റാമോളോ കഷായമോ മറ്റ് നമ്മുടെ സ്ഥിരം ചില നാടൻ പൊടിക്കൈകളോ ഒക്കെ പ്രയോഗിച്ച് നമുക്ക് കിടക്കും. പിന്നീട് ഒരിക്കലും എഴുന്നേൽക്കണമെന്നില്ല. കൂടെയുള്ളവർ അപ്പോൾ പറയും അവിശ്വസനീയം, വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്ന്. പ്രമേഹ രോഗികൾ, ഡയബറ്റിക് കാർഡിയോപ്പതി അവസ്ഥയിലുള്ള രോഗികൾക്ക് ചിലപ്പോൾ ഈ ലക്ഷണമോ വേദനയോ പോലും കണ്ടില്ല എന്ന് വന്നേക്കാം. ഓർക്കുക, ഹൃദയാഘാതം സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓരോ സെക്കൻഡിലും ഹൃദയപേശികൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം പോകുന്നതനുസരിച്ച് പേശികളും നശിക്കും. ഇതൊരിക്കലും റിക്കവർ ചെയ്യില്ല. അതുകൊണ്ടാണ് ആദ്യ 60 മിനിറ്റിനെ ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. ഈ ആദ്യ 60 മിനിറ്റിനുള്ളിൽ ഹൃദയാഘാതമുണ്ടായവരെ നല്ലൊരു ആശുപത്രിയിൽ എത്തിച്ചാൽ 80% പേരെയും നമുക്ക് രക്ഷിച്ചെടുക്കുവാൻ സാധിക്കാം. പക്ഷേ ഹൃദയാഘാതമാണെന്ന് മനസ്സിലാക്കുവാൻ ബൈസ്റ്റാൻഡിനും ആശുപത്രി ജീവനക്കാർക്കും സാധിക്കണം. വേറെ എന്തോ ആണെന്ന് അനുമാനിച്ച് ആളുകൾ മരിച്ചുപോയ നിരവധി ഇൻസിഡൻറ്റുകൾ എനിക്കറിയാം. ഹൃദയാഘാതം എന്ന് പറയുന്നത് ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന കൊറോണറി ധമനികളിൽ ബ്ലോക്ക് ഉണ്ടാകുന്ന അവസ്ഥയാണിത്. സാധാരണയായി പ്ലാക്ക് എന്ന് പറഞ്ഞാൽ കൊഴുപ്പ്, കൊളസ്ട്രോൾ മുതലായവ അടിഞ്ഞുകൂടുന്ന ബ്ലോക്കാണ്. ഈ ബ്ലോക്ക് ഹൃദയപേശികളിലേക്ക് രക്തയോട്ടം തടസ്സപ്പെടുത്തുന്നു. ഇത് ഹൃദയപേശികൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ആദ്യ 1 മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചാൽ, ത്രോംബോലൈസ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ കട്ട പിടിച്ച പ്ലാക്കിനെ അലിയിക്കുവാനുള്ള, രക്തയോട്ടം സുഗമമാക്കുവാനുള്ള ഇഞ്ചക്ഷൻ നൽകിയാൽ തന്നെ നല്ലൊരു ശതമാനം ആളുകളെയും നമുക്ക് രക്ഷിച്ചെടുക്കുവാൻ സാധിക്കും. ഇതുകൊണ്ടും സാധിച്ചില്ലെങ്കിൽ ഉടൻ ആൻജിയോഗ്രാം നടത്തി ആൻജിയോപ്ലാസ്റ്റിയോ, ബ്ലോക്കുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ ലെഫ്റ്റ് ആർട്ടറിയിൽ നിരവധി ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ബൈപ്പാസ് സർജറിയോ ചെയ്ത് രോഗിയെ രക്ഷിച്ചെടുക്കാം. ത്രോംബോലൈസ് ചെയ്ത് പേഷ്യൻസിനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബ്രീത്തിങ് പീരീഡ് കിട്ടും. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുവാനുള്ള അവസരവും കിട്ടും. മറ്റു ചില അവസരങ്ങളിൽ നാം കാണിക്കുന്ന മണ്ടത്തരം അടുത്തുള്ള യാതൊരു സംവിധാനവുമില്ലാത്ത ചെറിയ ക്ലിനിക്കുകളിൽ കൊണ്ടിടും. അവിടെ ചെല്ലുന്ന ഉടൻ ഒരു IV കൊടുത്ത് പിടിച്ച് അഡ്മിറ്റ് ആക്കും, അവിടെ കിടക്കും. ഇത് കാർഡിയാക് അറസ്റ്റ് ആണെന്ന് അറിയുക പോലുമില്ല. അതുപോലെ വലിയ ആശുപത്രികളിൽ രാത്രിയിൽ പോയാൽ കാഷ്വാലിറ്റിയിലുള്ള ജൂനിയർ ആയിട്ടുള്ള മെഡിക്കൽ ഓഫീസർമാരെ മാത്രമേ കാണുകയുള്ളൂ. സീനിയർ ഡോക്ടർമാരോ കാർഡിയോളജിസ്റ്റുകളോ ഓൺ കോൾ ആയിരിക്കും. അത്ര എമർജൻസി ആണെങ്കിൽ മാത്രമേ അവർ വിളിച്ചാൽ വരൂ. അവർ ഡ്യൂട്ടിയിലുള്ളവർക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശം പിടിച്ച് അഡ്മിറ്റ് ആക്കുക, പേഷ്യൻറ്റിനെ സ്റ്റെബിലൈസ് ആകുക, രാവിലെ വരുമ്പോൾ നോക്കിക്കൊള്ളാം എന്നാണ്. ആയുസ്സിന് ബലമുണ്ടെങ്കിൽ മാത്രം രക്ഷപ്പെടാം. അതുകൊണ്ട് ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ എല്ലാമായി എന്ന് കരുതരുത്. ബൈസ്റ്റാൻഡേഴ്സ് ജാഗരൂകരാകണം. ഹൃദയാഘാത ലക്ഷണത്തോടെയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഉടൻ തന്നെ ECG എടുത്ത് വേരിയേഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ ഉടനടി കാർഡിയോളജിസ്റ്റിൻ്റെ സേവനം ഉറപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. സമയത്തിന് ജീവൻ്റെ വിലയുണ്ടെന്ന് മനസ്സിലാക്കണം. അതുപോലെ കാർഡിയോളജി കേന്ദ്രങ്ങളിൽ ചെന്നാൽ അവർ ത്രോംബോലൈസ് ചെയ്യുവാൻ താല്പര്യം കാണിക്കാറില്ല. കാരണം അത്തരമൊരു ഇഞ്ചക്ഷന് 20,000 മുതൽ 30,000 രൂപയെ ബില്ലിടാൻ സാധിക്കൂ. എന്നാൽ ഒരു ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസ് സർജറിയോ ആക്കി മാറ്റിയാൽ ആ രാത്രി തന്നെ ലക്ഷങ്ങൾ ബില്ലിടാം. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അവബോധമുണ്ടാവണം. ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് ലോകം മാതിരിച്ച വലിയ കാർഡിയോളജിസ്റ്റുകൾക്ക് പോലും ഡോക്ടർമാർക്ക് പോലും ഇത് തിരിച്ചറിയുവാൻ സാധിക്കാതെ ഹൃദയാഘാതമുണ്ടായി മരണം സംഭവിച്ചിട്ടുണ്ട് എന്നതാണ്. ഉദാഹരണത്തിന് ഡോക്ടർ CR സോമൻ, പത്മശ്രീ ഡോക്ടർ KM ചെറിയാൻ, ലോകപ്രശസ്ത കാർഡിയോളജിസ്റ്റ്. കഴിഞ്ഞ ആഴ്ച 2 ചെറുപ്പക്കാർ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയാഘാതം വന്ന് മരിച്ചു എന്ന് പറഞ്ഞ് പലരും ജിമ്മിൽ പോക്ക് നിർത്തി എന്ന് കേട്ടു. ജിം വർക്കൗട്ടിൻ്റെ കുഴപ്പമല്ല അത്. അവനവൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കാതെ പെട്ടെന്ന് ജിമ്മനാകാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി സ്വന്തം ശാരീരിക സ്ഥിതി അറിയാതെ ഹാർട്ട് റേറ്റ് ശ്രദ്ധിക്കാതെയുള്ള അമിത ദേഹാധ്വാനം പെട്ടെന്ന് നടത്തുമ്പോഴുള്ള അപകടമാണിത്. നമ്മുടെ നോട്ടത്തിൽ രോഗി എന്ന് പറഞ്ഞാൽ ആകെ മെലിഞ്ഞുണങ്ങി ശോഷിച്ച ഒരവസ്ഥയിലുള്ള ഇമേജാണ് നാം സ്വയം സൃഷ്ടിച്ചിരിക്കുന്നത്. നല്ല തുടുത്ത കവിളും തടിച്ച ശരീരവും ഒക്കെ കാണുമ്പോൾ നാം സ്വയമേ കരുതും ഫിറ്റാണെന്ന്. ആരോഗ്യകാര്യങ്ങളിൽ നമുക്ക് സാമാന്യ അറിവ് പോലുമില്ലാത്തത് കൊണ്ടാണിത്. ലോകത്തിലെ സകല കാര്യങ്ങളും പഠിക്കുന്ന നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ച് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാൽ എന്ത് കിട്ടും എന്ന് കാണാതെ പഠിക്കുന്ന നമുക്ക് നാം ഒരു നേരം കഴിക്കുന്ന ഭക്ഷണത്തിൽ 1 കപ്പ് ചോറിൽ എത്ര കാർബോഹൈഡ്രേറ്റ് ഉണ്ടെന്നോ, നാം സദ്യയ്ക്ക് പോയിരുന്ന് കൂന കൂട്ടി
നടുക്ക് വലിയൊരു തടം വെട്ടി കറികൾ ഒഴിച്ച് അകത്താക്കുന്ന ഭക്ഷണത്തിൽ എത്ര അന്നജമുണ്ടെന്നോ കൊഴുപ്പുണ്ടെന്നോ പ്രോട്ടീൻ ഉണ്ടെന്നോ നമ്മുടെ ശരീരത്തിന് ഒരു ദിവസം എത്ര ഊർജ്ജം വേണമെന്നോ നമുക്കറിയാമോ? ഇല്ല. കാരണം ഇതൊന്നും നമ്മെ ബാധിക്കുന്ന കാര്യങ്ങളല്ലല്ലോ. അതുകൊണ്ടാണ് കഴിഞ്ഞയിടെ ഞങ്ങളുടെ തന്നെ ഒരു സബ്സിഡിയറി വിഭാഗമായ ടീം I2I ഞങ്ങളുടെ ഒരു ക്ലയൻറ്റിന് സമർപ്പിച്ച ഫീസിബിലിറ്റി സ്റ്റഡി റിപ്പോർട്ടിൽ ഇപ്രകാരം പറഞ്ഞത്: ഇനിയും കേരളത്തിൽ ഒരു 100 മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ തുടങ്ങിയാലും അവയെല്ലാം ലാഭകരമായി പോകും എന്ന്. കാരണം അത്രയ്ക്ക് പേഷ്യൻ്റ് ലോഡ് ഇവിടെയുണ്ട്. ഏത് സെഗ്മെൻ്റ് എടുത്താലും പലരും ഓർക്കും ഇതൊക്കെ ഇരുന്ന് തള്ളാൻ ഇവൻ എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന്. പറയാം. ഒരു പ്രമുഖ കാർഡിയാക് ചെയിൻ ഓഫ് ഹോസ്പിറ്റലിൻ്റെ വൈസ് പ്രസിഡന്റ് മാർക്കറ്റിംഗ് ആയിരുന്നു ഞാൻ. സ്വകാര്യ മേഖലയിലെ പ്രമുഖ മെഡിക്കൽ കോളേജുകളുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായും ഡയറക്ടർ മാർക്കറ്റിംഗായും ജനറൽ മാനേജറായും സേവനമനുഷ്ഠിച്ച പരിചയവുമുണ്ട്. കാർഡിയോളജി വിഭാഗത്തിൻ്റെ ടേൺ ഓവർ കോടികളാക്കുവാൻ വേണ്ടുന്ന സ്ട്രാറ്റജികളുടെ ആസൂത്രണവും നിർവഹണവും നടത്തിയ ആളാണ് ഞാൻ. 100 കണക്കിന് ആൻജിയോപ്ലാസ്റ്റികളും കാർഡിയോതൊറാസിക് സർജറികളും നേരിട്ട് കാണുകയും റിപ്പോർട്ട് ചെയ്യുകയും ഡോക്ടർമാരുടെ അനുഭവക്കുറിപ്പുകൾ തയ്യാറാക്കി പുസ്തകം പ്രസിദ്ധീകരിച്ചതും ഉൾപ്പെടെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഞാനിത് പറയുന്നത്. വെറും 51-ാം വയസ്സിൽ തൻ്റെ കുടുംബത്തെ അനാഥമാക്കി കലാഭവൻ നവാസ് പോയതിൻ്റെ കാരണം ഒരു ചെറിയ അശ്രദ്ധയായിരുന്നു എന്ന് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, എനിക്കറിയാവുന്ന ഈ ചെറിയ കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കണമെന്ന്. ഇതുകൊണ്ട് ആരെങ്കിലും രക്ഷപ്പെട്ടാൽ ആ കുടുംബത്തോട് എനിക്ക് ചെയ്യാവുന്ന ഛേദമില്ലാത്ത ഒരു ഉപകാരം എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ചിന്തകൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. കേട്ടതിന് നന്ദി. I2I News, an eye for truth. I2I News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.